ഇന്ന് നമുക്കൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് വല്ലാത്ത പരാതിയാണ്. കാരണം ആ മകൻ കൃത്യമായി ധനം ശേഖരിക്കാനുള്ള ഒരു മാർഗമോ അതല്ലെങ്കിൽ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ ചെയ്യാതെ ഉള്ള കാശുകളൊക്കെ അദ്ദേഹം ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനാണ്. മകന് ഒന്നിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണയൊന്നുമില്ല. പക്ഷേ ക്യാഷ് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളൊരു മകനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന് ആ പിതാവ് വല്ലാതെ ആലോചിച്ചു. അങ്ങനെ ഒരിക്കൽ ആ പിതാവ് ആ മകനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് പോയി. ആ പാർക്കിൽ ധാരാളം ഭിക്ഷക്കാരുണ്ട്, യാചകരായ ആളുകൾ ഒരുപാടുണ്ട്. അതിൽ ഒരു 3 പേരെ അദ്ദേഹം സെലക്ട് ചെയ്തു. ഈ 3 ആളുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പണം അതിനെ 3ആയി ഭാഗിച്ച് കെട്ടുകളിലായി ഈ 3 ഭിക്ഷക്കാർക്ക് നൽകുകയുണ്ടായി. ഭിക്ഷക്കാർക്ക് പണം നൽകിയപ്പോൾ ആ മകൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം അദ്ദേഹം ശ്രദ്ധിച്ചു. ഞാൻ ക്യാഷ് ചോദിച്ചാൽ പോലും തരാത്ത എൻ്റെ പിതാവ് ഈ യാചകർക്ക് എന്തിന് ഇത്ര അധികം ക്യാഷ് കൊടുക്കണം എന്നത് അവൻ്റെ മുഖത്ത് തെളിയുന്ന ഒരു ചോദ്യമായി ആ പിതാവ് കാണുകയുണ്ടായി. അങ്ങനെ വീട്ടിലേക്ക് പോയി പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷം കഴിഞ്ഞപ്പോൾ മകനെയും കൂട്ടി ആ പിതാവ് ആ പാർക്കിലേക്ക് വീണ്ടും വന്നു. പാർക്കിലേക്ക് വന്ന സമയത്ത് അവിടെ അദ്ദേഹം പണം കൊടുത്ത ആ യാചകരെ അദ്ദേഹം അന്വേഷിച്ചു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യാചകനെ അദ്ദേഹം കാണുകയുണ്ടായി. ആ യാചകനോട് ഈ മനുഷ്യൻ പറഞ്ഞു, 1 വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു, ഞാൻ കുറച്ച് ക്യാഷ് നിനക്ക് തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ തന്ന ക്യാഷ് കൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഞാൻ ഭിക്ഷ എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ജോലി ചെയ്യാറും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ ലക്ഷറി ആയിട്ട് ജീവിച്ചു. അതിനുശേഷം എൻ്റെ ക്യാഷൊക്കെ തീർന്നു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിൻ്റെ കൂടെ 2 ആളുകൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ പറഞ്ഞു, ഒരാളെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. മറ്റേ ആൾ അപ്പുറത്ത് ഈ റോഡിൻ്റെ അവസാനത്തിലൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്, അദ്ദേഹമാണ് ആ ഹോട്ടലിൻ്റെ ഉടമ എന്ന്. ഈ ധനികനായ മനുഷ്യൻ ആ ഹോട്ടൽ ഉടമയുടെ അന്വേഷിച്ചുകൊണ്ട് ചെന്നു. ഹോട്ടലിൽ ചെന്നു. ഹോട്ടലുടമ ഇദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഓടി വന്ന് ഇദ്ദേഹത്തിന് കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളന്ന് എനിക്ക് തന്ന ക്യാഷ്, ആ ക്യാഷ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഈ കാണുന്ന ഹോട്ടലും എല്ലാം. ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്, നിങ്ങൾ തന്ന പണമാണെന്ന്. ധനികനായ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 3-ാമനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഈ റോഡിൻ്റെ അങ്ങേ തലക്കെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ട്. ആ വീട് ഒരു ചൂതാട്ട കേന്ദ്രമാണ്. അവിടെ ചൂത് കളിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നേടും. കൂടുതലായിട്ടും അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചൂതാട്ടം മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറി. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങളന്ന് അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന്. നിങ്ങൾ കൊടുത്ത ക്യാഷ് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചൂതാട്ടം ആരംഭിച്ചതെന്ന്. ഈ 3 പേരെയും കണ്ടതിന് ശേഷം ഈ പിതാവ് മകനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് പിതാവ് മകനോട് പറഞ്ഞു, മോനെ, 3 വിധത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടത്. 3 പേർക്കും തുല്യമായ പണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്ത പണം അവർ എങ്ങനെ ഉപയോഗിച്ചു, അവരുടെ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന് നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ നിന്ന് എൻ്റെ മകന് എന്താണ് മനസ്സിലായത് എന്ന് മകനോട് ചോദിക്കുന്നുണ്ട്.